ഈ ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനായിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ GST നിരക്ക് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 4 സ്ലാബിനെ അതിനെ 2 സ്ലാബായിട്ട് കുറയ്ക്കുന്നു. 5%, 18%. 28% ഉണ്ടായിരുന്ന സ്ലാബിൽ ഉണ്ടായിരുന്ന ചിലതിനെ 40%ആയിട്ട് കൂട്ടുന്നു. അതിലൊന്നാണ് ലോട്ടറി. ഈ GSTയിലുള്ള ഈ മാറ്റം തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 8,000 മുതൽ 10,000 കോടി രൂപയുടെ വരുമാന കുറവുണ്ടാവും എന്നുള്ളതാണ് ധനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. GST പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള വരുമാനത്തിൽ നഷ്ടമുണ്ടാകുമെന്നുള്ള ആശങ്ക ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ധനകാര്യമന്ത്രി പ്രകടിപ്പിച്ചിരുന്നു. അതായത് 8,000 കോടിയെങ്കിലും കുറവുണ്ടായേക്കും എന്നാണ് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ മറ്റ് സംസ്ഥാനങ്ങളെയും ഈ GST പുനഃക്രമീകരണം എങ്ങനെയായിരിക്കും ബാധിക്കുക? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധനായ BA പ്രകാശ് സാർ. ഈ നിലവിലുള്ള ഈ GST പരിഷ്കരണം നമ്മുടെ സംസ്ഥാനത്തെയാണ്, അതുകൂടാതെ രാജ്യത്തെമ്പാടും അത് ഏത് രീതിയിലാണ് ബാധിക്കുക? ആദ്യമായിട്ട് നമ്മൾ ഈ GST ഏത് സാഹചര്യത്തിലാണ് നടപ്പിലാക്കിയെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് GST എങ്ങനെയാണ് കേരളത്തിനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ഇപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ കയറ്റുമതിയിൽ 50% ചുങ്കമാണല്ലോ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 25% സാധാരണ രീതിയിലുള്ള ടാരിഫും 25% പിഴയാണ്, പീനൽ ഡ്യൂട്ടി, ഫൈൻ, അങ്ങനെ 50 ആക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് അമേരിക്കയിലേക്ക് കയറ്റി ചെയ്യുന്ന നമ്മുടെ മൊത്തം കയറ്റുമതിയുടെ 20% വരുന്നുണ്ട്. ഇത് നമ്മുടെ സമ്പദ്ഘടനയിൽ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ട്രംപ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയിൽ വാങ്ങിക്കുന്നു, ആയിൽ വാങ്ങിക്കുന്നത് കൊണ്ട് പിന്നീട് റഷ്യയ്ക്ക് പണം കിട്ടുന്നു. ആ പണം ഉപയോഗിച്ചാണ് യുദ്ധം നടത്തുന്നത്. ഫലത്തിൽ ഇന്ത്യ ഈ പണം അവിടെ കൊടുത്തുകൊണ്ടാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തരത്തിലുള്ള നടപടി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും കാണിക്കുന്നത് അമേരിക്ക ഇങ്ങനെ വലിയ പ്രതാപത്തിൽ നിന്ന് അമേരിക്ക സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ടാരിഫ് പോലും വയ്ക്കാതെ അവരുടെ സാധനങ്ങൾ അവിടേക്ക് വിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക സാമ്പത്തികമായിട്ട് തകരുന്നു. അതാണ് അതിനകത്ത്. പിന്നെ രണ്ടാമത്, എന്തുകൊണ്ട് ഇന്ത്യയുടെ മേൽ ഇത്രയും ഈ പരിപാടി ഈ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ വളരെ അതിവേഗം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എല്ലാ രംഗത്തും. അതായത് ഇപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ലോകത്തുള്ള ഏറ്റവും വലിയ 10 സാമ്പത്തിക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റേറ്റ് ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ച നിരക്ക് നേടിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജിയിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഈ ആർമി അല്ലെങ്കിൽ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സിൻ്റെ പ്രൊഡക്ഷനിൽ നമ്മൾ മാറുന്നു. ഒരുപാട് മേഖലയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി ട്രംപ് ഇറക്കിയ ഒരു പരിപാടിയാണിത്. അല്ലാതെ ഈ ടാരിഫെന്നോ മറ്റെന്ന് പറയുന്നതിലൊന്നും വലിയ ഒരു കാര്യമില്ല. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ സർക്കാർ, ഇത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് നല്ലോണം അറിയാം, ഇത് വെറും ഒരു വാണിജ്യ കരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നമല്ല. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കാൻ വേണ്ടിയുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു കളിയാണ് എന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിന് നല്ല വ്യക്തമായിട്ട് ഒരു ധാരണയുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ പല നടപടികളും എടുത്തു. ഒന്നിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്, ജപ്പാനുമായി ഒരു ദീർഘകാല കരാറുണ്ടാക്കുന്നു, വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തുന്നു, സാമ്പത്തികമായിട്ട് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൈമാറ്റങ്ങളൊക്കെ നടത്തുന്നു. ചൈനയും ആയിട്ട് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതും മാറ്റിയിട്ട് സാമ്പത്തിക രംഗത്ത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള കോപ്പറേഷൻ വളരെ കൂടുന്നു. അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരുന്നു, ഇവിടെ നിന്ന് സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നു. ആ തരത്തിലുള്ള റഷ്യയുമായിട്ട് ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാം, ഇപ്പോൾ അമേരിക്ക വിറ്റാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ റഷ്യയിലേക്ക് അയക്കുന്നു. യൂറോപ്യൻ യൂണിയൻ പ്രത്യേക കരാറുണ്ടാക്കി, UK, ഫ്രാൻസും പ്രത്യേക കരാറുണ്ടാക്കി, അങ്ങനെ വ്യാപാര കരാറുകളുണ്ടാക്കി. അപ്പോൾ ഈ ട്രംപിൻ്റെ ഈ കളി നമ്മളിവിടെ പിന്നീട് ഇന്ത്യൻ സർക്കാർ ഇങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുന്നില്ല.
അവിടെ നിങ്ങൾ കളിച്ചോ, അതിനനുസരിച്ച് എന്താ നമ്മളിവിടെ ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാടുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് GST. എന്താണ് GST? ഈ ജി എസ് ടിയിൽ വലിയ ഉയർന്ന നിരക്കുകളുണ്ടായിരുന്ന GSTയിൽ ഒരുപാട് റേറ്റൊക്കെ കുറച്ച് പെട്ടെന്ന് GSTയിൽ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്നാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, അതായത് ഈ തരത്തിലുള്ള ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്ട്സൊക്കെ നമുക്ക് വെളിയിൽ പലതും വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത സമ്പദ്ഘടനയിൽ വലിയ പ്രശ്നം വരും. അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി എന്താണ് നമ്മുടെ GST നിരക്കുകൾ കുറയ്ക്കുന്നു. നിരക്കുകൾ കുറയ്ക്കുമ്പോൾ ഇവിടെ തന്നെ കൂടുതൽ സാധനങ്ങൾ വിൽക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടാകുന്നു. ഇവിടെ തന്നെ കൂടുതൽ പ്രൊഡക്ഷൻ. നമ്മൾ വലിയൊരു രാജ്യമാണ്, അതായത് നമ്മൾ മാർക്കറ്റ് വളരെ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള നിരക്കുകൾ 28% ഉള്ളത് 18% ആക്കുക, അല്ലെങ്കിൽ 12% ഉള്ളത് 5% ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ കൂടുതൽ മേടിക്കില്ലേ? ആളുകൾ കൂടുതൽ മേടിക്കുമെന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം വരുന്നു. അപ്പോൾ ഈ ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനായിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ GST നിരക്ക് ഇപ്പോൾ ഇവിടെ ഈ കുറച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ നിലവിലുള്ളത് 5%, 12%, 18%, 28% എന്ന 4 നിരക്കുകളാണ് ഇന്ത്യയിലുള്ളത്. അത് അങ്ങനെ 4 സ്ലാബിനെ അതിനെ 2 സ്ലാബായിട്ട് കുറയ്ക്കുന്നു. 5%, 18% ആയിട്ട് കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ഈ 28% ഉണ്ടായിരുന്ന സ്ലാബിൽ ഉണ്ടായിരുന്ന ചിലതിനെ 40%ആയിട്ട് കൂട്ടുന്നു. അതിലൊന്നാണ് ലോട്ടറി, കാറുകൾ, അങ്ങനെ വളരെ ഈ ലക്ഷറി കൺസംഷനിൽ വരുന്ന ചിലത്. അങ്ങനെ നേരത്തെ 4 ഉണ്ടായിരുന്നതിനെ ഇപ്പോൾ 2 കുറയ്ക്കുന്നു. അതായത് 5%, 18% ആകുന്നു. പിന്നെ ഒരെണ്ണത്തും, അതായത് ലക്ഷറി പ്രോഡക്ട്സ്, അവർ പറയുന്നത് സിൻ ഗുഡ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിദേശ മദ്യം അമ്മാതിരിയുള്ള അതിൻ്റെ 40%ആയിട്ട് ഇങ്ങനെ കൂട്ടുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം. അപ്പോൾ ഈ മാറ്റം വരുമ്പോൾ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏതാണ്ട് ഒരു 350 ഉൽപ്പന്നങ്ങളുടെ നികുതി നിരക്കിൽ മാറ്റം വരുമെന്നാണ് പറയുന്നത്. ഈ കേരളത്തിൽ നമ്മുടെ ധനമന്ത്രി പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ GSTയിലുള്ള ഈ മാറ്റം തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 8,000 മുതൽ 10,000 കോടി രൂപയുടെ വരുമാന കുറവുണ്ടാവും എന്നുള്ളതാണ് ധനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോഴേ ഇവിടെ ഒന്നിനും പണമില്ലാതെ ആപ്പടെ ശമ്പളവും വെച്ചിട്ട് മാത്രം കൊടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണല്ലോ ഇവിടെ നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ 8,000 കോടി രൂപയുടെ വരുമാനം കൂടെ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഉണ്ടാകുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ ലോട്ടറിയുടെ GST നേരത്തെ 28% ആയിരുന്നത് 40% ആക്കുന്നു. ലോട്ടറി എന്ന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതൊരുമാതിരി ഗാംബ്ലിങ് ചൂതാട്ടത്തിൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ ലോട്ടറി അതുപോലുള്ള ഈ ചൂതാട്ട സംവിധാനങ്ങളെല്ലാം ഒരു 40% ടാക്സിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇത്. അതിന് നമ്മുടെ ഇപ്പോൾ ഈ കേരളത്തിലാണ് ഈ ലോട്ടറി സർക്കാർ മേഖലയിൽ നടക്കുന്നത്. പിന്നീട് ഏതാണ്ട് 1 ലക്ഷത്തിലധികം, ചിലർ 1.5 ലക്ഷം പേര് വരെ അതുകൊണ്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതിലങ്ങനെ ഒരു വലിയ വിഭാഗം ലോട്ടറി ഏജൻറ്റുമാരുണ്ട്. അപ്പോൾ ഈ ലോട്ടറി എന്നുള്ളത്, ലോട്ടറി കൊണ്ട് ജീവിക്കുകയും അതുമൂലം ഒരു വരുമാനം നേടി കഴിയുന്ന വലിയൊരു വിഭാഗമുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ, അത് നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ റേറ്റ് അങ്ങോട്ട് കൂട്ടിയാൽ 28 നിന്ന് 40 ആയാൽ ലോട്ടറി കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലോട്ടറി വിൽക്കുന്ന 100 രൂപയിൽ 72 രൂപയാണ്. 72 രൂപ സമ്മാനം, കമ്മീഷൻ, ലാഭം, നടത്തിപ്പ് ഇതിന് കൊടുത്തിട്ട് ബാക്കി മാത്രമേ സർക്കാരിന് കിട്ടുകയുള്ളൂ. ഈ റേറ്റ്, ഇത്രയും വലിയ റേറ്റ് വന്നു കഴിഞ്ഞാൽ ലോട്ടറി വാങ്ങിക്കുന്നത് ഒരുപാട് കുറയും, വരുമാനം കുറയും, സർക്കാരിന് ലോട്ടറിയിൽ നിന്ന് കിട്ടാൻ പോകുന്ന തുക വളരെ കുറയും. അത് സംസ്ഥാനത്തിന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും എന്നാണ് ഇവർ പറയുന്നത്. അതേസമയം ഈ മറ്റ് സംസ്ഥാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലോട്ടറി പോലുള്ള ഇപ്പോൾ ലക്ഷറി കാറുകൾ,
അതുപോലുള്ള ആഡംബര വസ്തുക്കൾക്ക് അവർക്ക് 40% ആകാം. നമ്മൾ സംസ്ഥാനവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് 40% ആകാം. ഇപ്പോൾ 1 കോടി രൂപയുടെ കാറൊക്കെ ഉള്ള ഒരു കാലമാണല്ലോ. 1-2 കോടി രൂപയുടെ കാറുകളും അതുപോലുള്ള വാഹനങ്ങളൊക്കെ ഉള്ളവർ. അപ്പോൾ ആ തരത്തിലുള്ള ലക്ഷറി ആയിട്ടുള്ള വാഹനങ്ങൾക്ക് വേണമെങ്കിൽ 40% ആകാം എന്നുള്ള ഒരു വാദഗതിയുണ്ട്. പിന്നെ ഇപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇത് നടപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 6000 മുതൽ 9000 കോടി രൂപയുടെ ഈ വരുമാന നഷ്ടം പല സർക്കാരുകൾക്കും സംസ്ഥാന സർക്കാരുകൾക്കുണ്ടും. അങ്ങനെ ഇത്രയും വലിയൊരു വരുമാന നഷ്ടം വന്നാൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യും? നേരത്തെ GST നടപ്പിലാക്കിയപ്പോൾ ഈ തരത്തിലുള്ള അതായത് സെയിൽ ടാക്സിൽ നിന്ന് GST ആയിട്ട് മാറിയപ്പോൾ വരുന്ന വരുമാന നഷ്ടത്തിന് അന്ന് GST കോമ്പൻസേഷൻ 5 വർഷം കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടപ്പിലാക്കിയ ഇതിനെ എങ്ങനെ പരിഹാരം ഉണ്ടാക്കും എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റും സംസ്ഥാന സർക്കാരുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാലും ഇത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാനായിട്ടുള്ള ഒരു നടപടികളുമായിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഈ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഈ ആഗോള രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളും അത് നമ്മുടെ സമ്പദ്ഘടനയ്ക്കും പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഈ ടാരിഫും ഇത് മൂലം വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങളും ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടിയുണ്ട്. അതായത് ഈ GST റേറ്റിൽ ഇത് പുതിയ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ എത്രത്തോളം നഷ്ടം വരും, അതിനെന്ത് ഒരു സൊല്യൂഷനാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണമെന്നുള്ളത് GST കൗൺസിൽ കാണണം. അതുപോലെ തന്നെ ഈ ലോട്ടറി ടാക്സിൻ്റെ കാര്യത്തിൽ ഈ 28-40% 28% തന്നെ നിലനിർത്തുന്നതായിരിക്കും നല്ലതെന്നുള്ള ഒരു അഭിപ്രായം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. അതും ഗൗരവമായിട്ട് പരിഹരിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ലക്ഷറി പ്രോഡക്ട്സ്, ലക്ഷറി കാർ, അതുപോലുള്ള ലക്ഷറി മദ്യം, അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ നമുക്ക് 40% ടാക്സ് ആകാം. പിന്നെ ഈ നികുതി നിരക്ക് കുറയ്ക്കുമ്പോൾ അത് ഉൽപ്പാദകർക്ക്, അതായത് ഇവരിപ്പോൾ സർക്കാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് റേറ്റൊക്കെ എപ്പോഴും കുറയ്ക്കുമ്പോൾ ഈ വലിയ കമ്പനികളൊന്നും ആ കുറച്ച തുക യഥാർത്ഥ വാങ്ങിക്കുന്നവർക്ക് കൊടുക്കുന്നില്ല. അവർ തന്നെ അവരുടെ പ്രോഫിറ്റിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. സാധനത്തിൻ്റെ വില കുറയ്ക്കുന്നില്ല. സാധനത്തിൻ്റെ വില കുറയ്ക്കുക എന്നുള്ളതാണല്ലോ GSTയുടെ ഒരു ഇത്. പക്ഷേ അവരത് വില കുറയ്ക്കാതെ ഈ ലാഭം എടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇതും സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ സംസ്ഥാന സർക്കാരുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ കാര്യങ്ങൾ ഗൗരവമായിട്ടുള്ള ഒരു പരിശോധന നടത്തി സംസ്ഥാനങ്ങൾക്കും വലിയ ദോഷം വരാതെ, അതേസമയം മൊത്തത്തിൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, നമ്മുടെ സമ്പദ്ഘടനയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള നയങ്ങളുമായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.